നമസ്കാരം, ന്യൂസ് ത്രീയിലേക്ക് സ്വാഗതം. ഞാൻ നാദറ മെഹറിൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ടാഗോർ തിയേറ്ററിൻ്റെ വേദിയിലാണ്. ഇവിടെ കുറേയധികം പ്രതിഷേധങ്ങളും പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിനിങ് നമുക്കത് ഇവിടുത്തെ വന്നിട്ടുള്ള കാണികളായിട്ടുള്ള സുഹൃത്തുക്കളോട് നമുക്ക് ചോദിക്കാം. ഇപ്പം നമ്മൾ നിലവിൽ കോടതിയുടെ ഒരു വിധി നമുക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ് അവൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിനിങ്. അത് കോടതി വിധി വന്ന സമയത്ത് അതിനെങ്ങനെയാണ് നോക്കിക്കണ്ടത്? അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നോ, അതോ ഈ പറഞ്ഞ കോടതിയുടെ വിധിയെ എങ്ങനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് വിധിയിലുള്ളത്. കാരണം 8 വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലയളവ് തന്നെയാണ്. അതും ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു വോയിസ് റേസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ആൾക്ക് ഇങ്ങനൊരു മൊളസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് 8 വർഷത്തിനിപ്പുറം ഒരു വിധി വരുന്നു. അതും ലൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു, അല്ലെങ്കിൽ അതിന് തക്കതായ, ആ ക്രൈം നടന്നതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷ കിട്ടിയില്ല എന്ന് കാണുന്നത് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്നു. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് നമ്മുടെ നിയമകൂടം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയുണ്ട്. ഉറപ്പായിട്ടും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇരയാക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ കോടതിയെ സമീപിക്കുമ്പം ഒരു മുൻകരുതൽ കൂടി എടുക്കേണ്ടതായിട്ട് ഒരു ഉള്ളിലൊരു പേടി കൂടി ഇതിലുണ്ടാക്കുന്നുണ്ട്. കാരണം കോടതിയുടെ തീരുമാനമായിരുന്നു ഇത്തരം ഒരു അലിഗേഷൻ എന്നുള്ളത്. അത് അങ്ങനെയാണോ? കാരണം ഇന്ന് നാളെ വരുന്ന ഒരാൾക്ക്, ആക്രമിക്കപ്പെട്ട ഒരാൾ ഇനി കോടതിയെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പേടിയോടുകൂടി അതിനെ നോക്കി കാണേണ്ടതുണ്ടോ? ഒരിക്കലും അല്ല. നമ്മുടെ നിയമം ലൈക്ക് ലീഗൽ ഫ്രെയിംവർക്ക് തന്നെ എപ്പോഴും നമ്മളെ എല്ലാ ജനങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇത്രയും ഒരു നിലപാടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയം ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ചുറ്റിനുമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം നേരിടാൻ നേരത്തെ അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിപ്പം വിദ്യാർത്ഥികളാണ്, ഇതിൽ നമ്മൾ പലയിടത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും സുരക്ഷിതരാണെന്നാണ് സർക്കാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇതിൽ ആ സംവിധാനങ്ങളൊക്കെ തന്നെ നിയമപരമായിട്ട് തന്നെ നമുക്ക് കുറേയധികം പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോഴും സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോഴത്തെ കുറച്ച് സിനിമാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഒരു വിദ്യാർത്ഥിയായിരിക്കവേ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും, പൊതു സ്ഥലങ്ങളിലാണെങ്കിലും, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ അതുമാതിരി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നത് ആക്ച്വലി അതിജീവിത ജസ്റ്റിസ് പുള്ളിക്കാരത്തി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇങ്ങനൊരു വിധി വന്നതിൽ എല്ലാവരും ഡിസപ്പോയിൻറ്റഡാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരും അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പുണ്ട്. പിന്നെ ഈ IC പോലുള്ള ഈ ഇന്റേണൽ കമ്മിറ്റി പോലുള്ള അത് സിനിമകളിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് തന്നെ ഇത്തരം സ്ത്രീകൾ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. ഉറപ്പായിട്ടും ഇപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ഒരു സർക്കുലറാണ്. സിനിമയിൽ അഭിനയിച്ച സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ഒപ്പിടൽ ഒരു സർക്കുലറായിട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മളിപ്പോൾ 2 വാദങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അതുമല്ല പ്രതിയായി ചേർത്തപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലുള്ള വലിയൊരു പ്രമുഖനായിട്ടൊരു മനുഷ്യനും കൂടിയുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരാണ് കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. എങ്ങനെയാണ് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പം അത്തരം വാദങ്ങളോട് എങ്ങനെ നോക്കി കാണുന്നു? അതിന് അത് മെയിൽ നമ്മൾ പറയല്ലോ, ഈ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. ആണുങ്ങൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നുള്ളൊരു സാധനമാണ് ഞാൻ അതിനെ ഇതായി കാണുന്നത്. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ? തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിധിയാണ് വന്നത്. എന്ത് തന്നെയാണെങ്കിലും അതിജീവിതക്ക് നല്ലൊരു നീതി കിട്ടുന്നവരെ അവളോടൊപ്പം എന്നുള്ള ആശ്വാസത്തോടുകൂടി എല്ലാ പോരാട്ടത്തിനും മുന്നിലുണ്ടാവും. നമ്മൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവൾക്കൊപ്പം നിൽക്കുന്ന പുരുഷന്മാരായിരിക്കുന്ന ആളുകളോട് ചില ആളുകൾ തന്നെ വളരെ തമാശയോടുകൂടി പറയും, നീ നാണമില്ലേ, ഇല്ലെങ്കിൽ നീ ഒരു പുരുഷനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അത്തരം ഒരു കളിയാക്കലൊക്കെ തന്നെ ട്രോളുകളായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അവൾക്കൊപ്പം നിൽക്കേണ്ട ഈ സമയത്താണ് നമ്മൾ ഇത്തരം ട്രോളുകൾ പോലും കാണുന്നത്. അപ്പം നമുക്കത് വലിയ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ അത് കാണുന്ന ട്രോളുകൾ കാണുന്ന സമയത്തോ വലിയൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഈ ഇത്തരത്തിൽ മോശമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ അതിജീവിതക്കെതിരെ ഇതൊക്കെ സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടല്ല കിട്ടുന്നത്. നമുക്ക് വലിയ തരത്തിൽ നമ്മളെ കൂടി ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അത് വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ്. എങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഇങ്ങനെ നമ്മൾ അതിജീവികൾക്ക് സപ്പോർട്ടായിട്ടുള്ള എല്ലാ പരിപാടികളും ഒപ്പം നിൽക്കുന്നുണ്ട്.
ഓക്കെ, ഇപ്പം സമൂഹത്തിൽ രണ്ട് വാദങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ നടൻ്റെ ഒരു സിനിമ നമ്മൾ വളരെ റീസെൻ്റ്ലി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എന്നുള്ളത് വലിയൊരു കൂട്ടം മനുഷ്യരുടെ ഒരു വലിയൊരു ഇടവും കൂടിയാണ്. ആ സിനിമയുടെ വിഷയത്തിൽ അതിനെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന, അതിനെ വാദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പം അത് ചിലർക്കത് ബുദ്ധിമുട്ടാണ്. കാരണം അവൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമുക്കൊപ്പം നിൽക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പം അതിനെ ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളോട് എന്താ പറയാനുള്ളത്? സിനിമ ഒരിക്കലും ഒരു വ്യക്തിയുടെ മാത്രം ഒരു എഫേർട്ട് അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു സൃഷ്ടിയാണ്. അതൊരു കലയാണ്. കലയെ ബഹുമാനിക്കുക, കലയെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ വ്യക്തിവിരോധം അല്ലെങ്കിൽ വ്യക്തിയോടുള്ള വൈരാഗ്യമൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമായി തോന്നുന്നില്ല. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു വലിയൊരു സെറ്റ് ഓഫ് ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രി അതിന് ബേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാമെന്നല്ലാതെ അതിനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ പുള്ളിയുടെ നിലപാടുകൾ ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളോടൊപ്പം സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പ്രവൃത്തി പരിചയമുള്ള ശ്രുതി ഒപ്പമുണ്ട്. ശ്രുതി, ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ കണക്ക് സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഉണ്ട്. അത് ഈ പറഞ്ഞ നടൻ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ ആ സിനിമ ബഹിഷ്കരിക്കണമെന്നും ആവശ്യപ്പെടുമ്പോഴും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമാ മേഖലയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ വിഷയം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഒരു സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ശരികേടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരാളുടെ ഒരു എന്താ പറയുക, ഒരു സംരംഭമല്ല. ഒരുപാട് ആളുകൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ സഹിതം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ആ ഒരു എഫേർട്ടൊക്കെ ഭയങ്കര അസാധുവായി പോകും ഇങ്ങനെ സിനിമ ബഹിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനോട് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിയോജിപ്പുണ്ട്, സിനിമ ബഹിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം സിനിമ ഈ പറയുന്ന കണക്ക് ടെക്നിക്കൽ ടീമിൻ്റെ ഒരു സ്വപ്നമാണ്, ഇല്ലെങ്കിൽ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ സ്വപ്നം കൂടിയാണ്. അപ്പം സിനിമ കഴിഞ്ഞ ദിവസം പോലും നമ്മളൊരു വലിയൊരു വാർത്ത കണ്ടായിരുന്നു ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോയ്സ് ഉണ്ടാകുമ്പോൾ അത് പ്രതികരിക്കാൻ നമുക്കൊരു അവകാശമുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. സിനിമയുടെ ശബ്ദമോ ഇല്ല സിനിമയിലെ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയോ ഇല്ല അശ്ലീലമോ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും ആ വ്യക്തി അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. കാരണം ദിലീപിൻ്റെ പടമായതുകൊണ്ട് അതിനെ മോശമാക്കി കാണുന്നില്ല, അത് കാണുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ദിലീപ് മാത്രമായി അഭിനയിച്ച പടമല്ല, മറ്റു ഒരു കൂട്ടം ആളുകൾ അഭിനയിച്ചൊരു പടവും കൂടിയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് നാളെ അത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് കുറേ അധികം സിനിമകൾ അങ്ങനെ കണ്ടു വളർന്ന ഒരു ചൈൽഡ്ഹുഡ് നമുക്കുണ്ട്. അപ്പോൾ അത് നാളെ നമ്മൾ കാണില്ല എന്ന് വെക്കാൻ മാത്രമുള്ളൊരു വലിയൊരു ഗൗരവമുള്ളൊരു വിഷയമാണ് സിനിമയോട് കാണേണ്ടത്. വിഷയം വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് നടന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് പല ശരികേടുകൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സിനിമ മാത്രമല്ലല്ലോ, ഡെഫിനറ്റ്ലി ഒരുപാട് ആളുകളുടെ ഒരു ഹാർഡ് വർക്കാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനെ ബാൻ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളും ഈ വിഷയത്തെ ഭയങ്കര ഗൗരവമില്ലാത്തൊരു കാര്യമായിട്ട് മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിനെങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്, പ്രത്യേകിച്ച് വിക്ടിമായിരിക്കുന്ന ഒരു സ്ത്രീ ആ വിഷയം നടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതിനെങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും അത് ഒരു കൂട്ടം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് അത് ഒരു കൂട്ടം മനുഷ്യരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ഇല്ല അങ്ങനത്തെ പരാമർശങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ആണ്? ഒരു ട്രോൾ അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ എടുക്കാനുള്ള ഒരു കാര്യമല്ല. ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്നത് പോലെയാണ്. അതിപ്പോൾ അവരെന്ന് മാത്രമല്ല, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നാളൊരു സമയത്ത് ഒരു സാധാരണക്കാരിക്ക് ഈ ഒരു സംഭവം വന്നാലും സാധാരണക്കാരിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരും, കാരണം സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയാ ഞങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നത്? സ്ത്രീകൾക്ക് എവിടെയാ പൂർണ്ണമായിട്ട് ജസ്റ്റിസ് കിട്ടുന്നത്? പൈസയുടെയും പദവിയുടെയും പേരിൽ ജസ്റ്റിസ് ജസ്റ്റിസ് നമുക്ക് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ. ഉറപ്പായിട്ടും നമ്മൾ പക്ഷേ മാധ്യമങ്ങളിലോ ഇല്ലെങ്കിൽ നമ്മൾ ചാനൽ ചർച്ചകളിലോ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനായിട്ട് കുറേ അധികം ആളുകളുണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്, അല്ലേ? സ്ത്രീകൾ അതിൽ ഈ പറഞ്ഞ കണക്ക് ഈ ഇരയാക്കപ്പെട്ട ആളുടെയോടൊപ്പം നിൽക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വിഷയങ്ങളെ ജെൻഡർ വൈസ് തിരിക്കാറുണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്ത്രീയുടെ വിഷയമായതുകൊണ്ട് അത് സ്ത്രീകൾ മാത്രം പ്രതികരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരോ, അല്ലെങ്കിൽ പുരുഷൻ്റെ വിഷയം വരുന്ന സമയത്ത് അതിനെ എങ്ങനെയും ന്യായീകരിക്കാൻ കരുതുന്ന ഒരു കൂട്ടം പുരുഷന്മാരുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്ത്രീക്കൊരു വിഷയം ഉണ്ടാകാൻ നേരത്ത് അതവളവ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു ആണധികാരത്തിന് തോന്നാറുണ്ട് പൊതുവെ. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ മുമ്പേ പറഞ്ഞ പോലെ അഖിൽ മാരാർ അങ്ങനത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു പെൺകുട്ടിയുടെ പറ്റി അവൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ഒന്നും കൂടി ചോദിക്കുകയാണ്. ഈ പറഞ്ഞ കണക്ക് പുരുഷൻ്റെ വിഷയമാകുമ്പോൾ അത് പുരുഷന്മാർ എങ്ങനെ ഒരു വില കൊടുത്ത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ സ്ത്രീകളുടെ വിഷയം വരുന്ന സമയത്ത് അവൾക്കൊപ്പമാണ് എന്ന് പരക്കെ പറയുമെങ്കിലും അവൾക്ക് വേണ്ടി വാദിക്കാനോ സംസാരിക്കാനോ പലപ്പോഴും സ്ത്രീകൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ നീതി ഏത് ഭാഗത്താണോ ഉള്ളത്, ശരി ഏത് ഭാഗത്താണോ ആ ശരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ എല്ലാ വിഭാഗം അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. ഈ അതിജീവിതമാരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയോട് അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ കമൻറ്റ് ബോക്സുകളിലൊക്കെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ശരിയായിട്ടുള്ള അക്കൗണ്ടുകളുള്ള ഒരുപാട് സ്ത്രീകൾ വളരെ മോശം കമൻറ്റുകൾ ഇടുന്ന സ്ത്രീകളുണ്ട്. ഈ അതിജീവിതയെ വളരെ മോശമായിട്ട് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അവിടെ ആൺപെണ്ണ് വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ആൺപെണ്ണ് വ്യത്യാസം കാണില്ല. നീതി എവിടെയാണോ, ശരിയായ ഭാഗം എവിടെയാണോ അതിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം ചേരുന്ന ശ്രീമയാണ്. എനിക്ക് തോന്നുന്നു ഒരു പൂർവ്വകാലം പരിശോധിച്ച് കഴിഞ്ഞാൽ IFFKയുടെ ആദ്യ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടിയിട്ട് ജെൻഡർ ബെൻഡർ എന്നുള്ളൊരു ഓപ്ഷനിൽ സിനിമയൊക്കെ കാണാൻ വന്നിരുന്ന, ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് തുറന്നു വന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയ സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട് ഒപ്പം നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നതിൽ. നമ്മളിപ്പം ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പോരാട്ടം കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടി ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാണുന്നത്. കോടതി വിധിയെ കണ്ട സമയത്ത് നമ്മൾ ഇത്രത്തോളം അധപ്പതിച്ചോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. കോടതി വിധി സത്യം പറഞ്ഞാൽ നമ്മൾ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്നത് പോലെയായിപ്പോൾ നമ്മൾ ആ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുക, അതിനൊരു കൃത്യമായിട്ടൊരു സാധൂകരണം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും അതിജീവിതയോടൊപ്പം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ചില നിമിഷങ്ങൾ നമ്മൾ നിസ്സഹാരായി പോകാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള വിധികൾ വരാറുണ്ട്, പലതിനും പല സ്വഭാവമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ 8 വർഷത്തോളം നമ്മൾ പലരും ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വിധിയല്ല നമുക്കാർക്കും വന്നത്. അപ്പോൾ അത് തെളിവുകളുടെയും അതുപോലെ തന്നെ സാക്ഷികളുടെയും ഒക്കെ കൃത്യം ഒരു അഭാവമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ റിമാൻഡ് ചെയ്തല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പല മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കാലം കടന്നു പോകുന്നതിനനുസരിച്ച് പലരും സാക്ഷിമൊഴികളിൽ നിന്ന് മാറുന്നത് നമ്മൾ കണ്ടു, കൂറുമാറുന്നത് കണ്ടു. അപ്പോൾ അതിന് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അതായത് ഈ സാക്ഷിമൊഴികൾ മാറ്റി മാറ്റി പറയുന്ന രീതികൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഉണ്ടാവണമെന്നുള്ളത്. ഇപ്പോൾ ശ്രീമി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പറഞ്ഞ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു വലിയൊരു പോയിന്റ് എന്നുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ആദ്യ പ്രതികളെ അംഗീകരിക്കുന്നില്ല, ഈ 7ാം പ്രതിയിലേക്ക് എത്തുന്ന സമയത്ത് അത് മാത്രം വലിയൊരു ബുദ്ധിമുട്ടാകുന്നു എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ എല്ലാ പ്രതികളും. അപ്പം അതിന് ശ്രീമ ഈ വിഷയത്തിൽ ആദ്യ പ്രതികളെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരിക്കലും ആദ്യ പ്രതികളെ അംഗീകരിച്ചു എന്ന് വെച്ചിട്ട് അതിനകത്ത് പിന്നെ തുടർന്ന് വരുന്നവരാരും അതിൽ പ്രതികളല്ലാതാവുന്നില്ലല്ലോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ്. നമ്മളൊരു താരാരാധനയും അല്ലെങ്കിൽ നമ്മൾ അത്രയും ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ആരാധകരായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഒരു പദവിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റായി മാറുന്നില്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു താരപദവിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം നമ്മളൊരു കേസുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ല. നീതിയും നിയമവും എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ട് വരണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് 7ാം പ്രതിയാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ അങ്ങ് ചെറിയൊരു രീതിയിൽ അങ്ങ് മാറ്റിക്കളയുക എന്നുള്ളതല്ല. അദ്ദേഹം സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആ ഒരു 7ാമത്തെ പ്രതിപട്ടികയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതിന് ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ IFFK വേദിയിൽ വലിയ അഭിമാനത്തോടു കൂടി അതെ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർ
ഉള്ളിലല്ല, ആദ്യത്തെ IFFK വിഷയത്തെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച റിപ്പോർട്ടറാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഒരു ശിക്ഷ എന്ന രീതിയിൽ ഒരു ഗുരുസ്ഥാനീയനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് IFFKയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ അധികം ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ആ ഇടത്ത് IFFK കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ സിനിമകളിലേക്ക് എത്തുന്ന സമയത്ത് ആ വിസിബിലിറ്റി നമുക്ക് തീരെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പരിമിതി കൂടിയുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? അത് എൻ്റെ ഒരു പരാതി തന്നെയാണ്. 2016 സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ക്യൂർ മനുഷ്യരെ കൂടെ, പ്രത്യേകിച്ച് ട്രാൻസ് ആയിട്ടുള്ള ആളുകളെ കൂടെ ഈ ഒരു IFFKയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കമൽ സാറായിരുന്നു ആ സമയത്തെ ഈ IFFKയുടെ മേധാവി ആയിരുന്നു, ചലച്ചിത്ര അക്കാദമിയുടെ മേധാവി ആയിരുന്നത്. ആ സമയത്ത് ഈ ജെൻഡർ ബെൻഡർ എന്നൊരു വിഭാഗം തന്നെ പ്രത്യേക ഒരു വിഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വർഷം എനിക്ക് തോന്നുന്നു ഒരു തായ് മൂവിയിൽ അഭിനയിച്ച ആക്ടറിനായിരുന്നു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അദ്ദേഹം ഒരു ട്രാൻസ് കഥാപാത്രനെയാണ് പോർട്രേ ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് പേര് ഈ തിയേറ്ററുകൾ നോക്കി പോയി, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേര് ചെന്ന് ആ സിനിമ കാണുമായിരുന്നു, ആ സിനിമകൾ കാണുമായിരുന്നു. പക്ഷേ അടുത്ത വർഷം മുതൽ അത്തരം സിനിമകളുടെ ഒരു കുറവ് കണ്ടിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചലച്ചിത്ര മേളകളാണ് എല്ലാ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ സംസ്കാരം നമുക്ക് തുറന്നു കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ലോക സിനിമാ സംസ്കാരത്തിനകത്ത് ലിംഗ, ലൈംഗിക അല്ലെങ്കിൽ വർഗ വ്യത്യാസമൊന്നുമില്ല, എല്ലാം തുറന്നു കാണിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം സിനിമകൾ ഇനിയും ഷോയുടെ ഭാഗമാവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. 2016 അന്ന് കണ്ട അതുപോലെ അത്രയും ആ ഒരു തീഷ്ണതയിൽ ക്യൂർ മനുഷ്യരുടെ കഥകൾ പറയുന്ന സിനിമകൾ ഇല്ല എന്നൊരു പരാതി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ ക്യൂർ സിനിമകൾ ഇല്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ക്യൂർ ആയിട്ടുള്ള മനുഷ്യരുടെ റെപ്രസെൻറ്റേഷനും വളരെ കുറവാണ്. ഇപ്പോൾ മലയാള സിനിമ പരിശോധിച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് പറയുന്നുണ്ടെങ്കിൽ അവിടെ എത്ര ക്യൂർ മനുഷ്യർ അഭിനയിച്ചു, ഇല്ല അവരുടെ റെപ്രസെൻറ്റേഷൻ എത്രത്തോളം വന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ശ്രീമി ഈ പറഞ്ഞ പോലെ സീരിയൽ സിനിമ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന ജനവിഭാഗമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് പിറകോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീൽ എപ്പോഴും സിനിമയ്ക്കകത്ത് തോന്നിയിട്ടുണ്ടോ? അല്ല, കാലം കഴിയുന്നതനുസരിച്ച് എല്ലാ വിഭാഗത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തും. അതിൻ്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് നാദരയും അതുപോലെ അമയൊക്കെ സൈബർ ഇടങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലൊക്കെ ഒരുപാട് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. അപ്പം നമ്മളെ ഒരിക്കലും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാഗത്ത് നിന്ന് കണ്ടില്ല എന്ന് നടിക്കാനോ ഒരിക്കലും സമൂഹത്തിനോ ചലച്ചിത്ര മേഖലയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സൂപ്പർ താരങ്ങൾ പോലും ക്യൂർ മനുഷ്യരുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടി പോലുള്ള താരങ്ങൾ പോലും ക്യൂർ മനുഷ്യരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ല. ഒരു കാലത്ത് അത്തരം വേഷങ്ങൾ ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ സിനിമാ മേഖലയിൽ. കാര്യം അത്തരം വേഷം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലൊരാളായി ടൈപ്പ് കാസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പല താരങ്ങളും മടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ട്. ഈ സൂപ്പർ താരങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ഈ ഒരു ചലച്ചിത്ര ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്, മേഖലയുടെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ അർഹമായിട്ടുള്ള സ്ഥാനം കിട്ടുന്നുണ്ടോ, പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഇനിയും അവസരങ്ങൾ കിട്ടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസരങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങൾ സിനിമ മേഖല അധികാരപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് സിനിമകൾ എടുക്കുന്ന സമയത്ത് അതിന് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാകുന്ന സമയത്തോ അതിൽ മറ്റ് വർക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ കോസ്റ്റ്യൂമറായിട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും കൂടി നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ തന്നെ. നമ്മൾ അമ്മയെ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അറിയാം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ്. വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് അമ്മയെ പരാജയപ്പെട്ടത്. പോത്തങ്കോട് വാർഡായിരുന്നു, അതെ ജില്ലാ ഡിവിഷനായിരുന്നു. അപ്പോൾ വലിയ അഭിമാനമാണ്. വലിയൊരു നമ്പർ ഓഫ് വോട്ടിംഗ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്തുണ്ട്, സന്തോഷമല്ലേ ഇപ്പോഴും തോന്നുന്നത്? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്. കേരളത്തിൽ തന്നെ നമ്മളെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം ആ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പാർട്ടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതായിരുന്നു ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ എലക്ഷനിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തങ്കോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്നു. 38ഓളം വാർഡുകൾ ഉണ്ടായിരുന്നു.
അപ്പം ഈ ഡിവിഷനിലെ എല്ലാ വാർഡുകളും 4 പഞ്ചായമാണ്. അതിനകത്ത് 2 പഞ്ചായത്തും ഫുള്ളും, പിന്നെ 2 പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ വീതമായിരുന്നു. അങ്ങനെ 38 വാർഡുകളായിരുന്നു. അപ്പോൾ 38 വാർഡുകളിലും ഓടിയെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യർ ഓരോ ആൾക്കാരും ഓരോ വീട്ടിൽ പോകുമ്പോഴും അവരുടെ ഓരോരുത്തരുടെയും ആ ചേർത്ത് പിടിക്കൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഉറപ്പായിട്ടും ഞങ്ങൾക്കും അത് വലിയൊരു അഭിമാനമാണ്. എനിക്ക് തോന്നുന്നു 12,000-ൽ പരം വോട്ടുകൾ ഒരു നാട്ടിൽ നിന്ന് കിട്ടുക എന്നുള്ളത്, പ്രത്യേകിച്ച് വിവിധ മതത്തിലുള്ള അല്ലെങ്കിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ഒക്കെ തന്നെ വോട്ട് കിട്ടിയ ആളാണ്. ചിലപ്പോൾ വിജയ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഇടവും കൂടി ആയിരുന്നില്ല. എന്നിട്ട് പോലും അവിടെ അത്രയും തുക വോട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു അഭിമാനമാണ്. കൺഗ്രാറ്റ്സ് നേരുന്നു. ഉറപ്പായിട്ടും ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ അമയ നിറഞ്ഞു നിൽക്കട്ടെ. അമയ, ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു. അമയ വലിയൊരു മൾട്ടിപ്പിൾ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമ ചെയ്യുന്നു, പൊളിറ്റിക്സിലുണ്ട്, എഴുതാറുണ്ട്. അപ്പം ഇനി അടുത്തൊരു സ്വപ്നം, അടുത്തൊരു ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അടുത്ത എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു MLA ആവുക എന്നതാണ് ആഗ്രഹം. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധ്യത കൂടിയില്ല. അങ്ങനെ ഒരു ആഗ്രഹം കൂടി അമ്മയ്ക്ക് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പറയാനുള്ള IFFK ആണ്. IFFK എല്ലാ വർഷവും ഇപ്പം എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് അമ്മയ ഇവിടുത്തെ ഒരു ഡെലിഗേറ്റ് കൂടിയാണ്, സിനിമകൾ കാണുന്ന ഒരാളാണ്, അഭിപ്രായം പറയുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ IFFK? എല്ലാ തവണയും വരാറുണ്ട്. അപ്പം ഇത്തവണ എനിക്ക് അത്ര വലിയൊരു ഓളമായിട്ട് തോന്നിയിട്ടില്ല. സിനിമകളും ഒരുപാട് സിനിമകളിലൊക്കെയും കുറേയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ, എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് വെറൈറ്റി ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓരോ വർഷത്തെ IFFKയിലും. പക്ഷേ ഈ വർഷം കുറച്ച് എനിക്കെന്തോ വലിയൊരു ഓളമായിട്ടായിരുന്നു. ഈ കുറേ വർഷങ്ങൾ കൊണ്ട് വരുന്നത് കൊണ്ട് അതിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തത തോന്നി. അതെന്താണെന്നുള്ളത് മൊത്തത്തിൽ നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് IFFKയിലെ ഏറ്റവും നിറസാന്നിധ്യമുള്ള പൂമ്പാറ്റൻ നസീനാണ്. സീരിയൽ, സിനിമ മേഖലയിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരാളാണ്. IFFK എത്രാമത്തെ IFFK ആണത്? ഇത് ഒരു 7th I guess. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സമകാലിക വിഷയം എന്നുള്ളത് IFFKയിൽ അവൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോഴും പലപ്പോഴും നമ്മളത് ക്യാമ്പയിൻ്റെ ഭാഗമാകുന്ന ആൾക്കാർ കൂടി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുണ്ട്. അത്തരമൊരു ആക്രമിക്കപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൻ്റെ ഒരു ഇരയാകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ നല്ല രീതിയിൽ അനുഭവിച്ച് വരുന്നൊരു ഫാമിലിയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഇത് എനിക്ക് പുത്തരിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മറുപടിയിലൊരു വലിയ സത്യമുള്ളത്, നിരന്തരം സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരം ബുള്ളിങ് ഒക്കെ വളരെ ചെറുതായിരിക്കാം, കടന്നു പോകാന്നുള്ളതാണ്. കാരണം എൻ്റെ ഫാദർ ലോ എന്ന് പറഞ്ഞൊരു കവിയാണ്, കുരിപ്പുഴ ശ്രീകുമാറാണ് അദ്ദേഹം. അപ്പോൾ നിരന്തരം ഞങ്ങൾ സൈബർ ബുള്ളിങ് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ ഇതൊന്നും ഒരു പുത്തിരിയല്ല. തീർച്ചയായിട്ടും കോടതി വിധി വന്ന സമയത്ത് നമുക്കത് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ നമ്മൾ ജുഡീഷ്യറിയുടെ തീരുമാനത്തെ നമുക്ക് അംഗീകരിച്ചേ പറ്റും. കോടതിയുടെ തീരുമാനത്തെ അതിനെ വില കൊടുക്കുന്നു. പക്ഷേ ഈ കോടതിക്ക് അപ്പുറമാണ് ജനങ്ങളുടെ ആധിപത്യം എന്നുള്ളത്. ജനങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അങ്ങനത്തെ ഒരു ഭാരതത്തിൽ നമ്മൾ താമസിക്കുന്നത്. പക്ഷേ നമ്മൾ എത്രത്തോളം പ്രതിഷേധിച്ചാലും അതിനൊരു നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കിട്ടണം, ഓഫ് കോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ. വാട്ട് എവർ ഹാപ്പൻസ് നമുക്കതിനല്ലേ ഒരു ജുഡീഷ്യറി ഉള്ളത്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? സോ ഉറപ്പായും ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇനിയും കോടതികളുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി നമുക്ക് തീർച്ചയായും നീതി കിട്ടണം എന്ന് തന്നെയാണ് എനിക്കൊരാഗ്രഹം. ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, അപ്പോൾ ഉറപ്പായും അത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഉറപ്പായും എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, വി ഷുഡ് ഗെറ്റ് ജസ്റ്റിസ്. അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സിനിമ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, സിനിമയുടെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് മനുഷ്യർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ പറഞ്ഞ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത പ്രതിയാക്കപ്പെട്ട ആളുടെ സിനിമ നിഷേധിക്കണം, അല്ലെങ്കിൽ നിരോധിക്കണം, അല്ലെങ്കിൽ അത് കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ സിനിമ ഒരാളുടെ മാത്രം സ്വപ്നമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു പ്രവൃത്തി മേഖലയാണ്. അപ്പോൾ ആ ഒരു നിഷേധം, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തോടെ എങ്ങനെ നോക്കി കാണുന്നു, പ്രത്യേകിച്ച് ഒരു സിനിമ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ? അതെ, തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആസ് എ സിനിമ ആർട്ടിസ്റ്റ് ഞാനിതൊരു ട്രെയിലർ പോലും കണ്ടിട്ടില്ല. മേ ബി അതെൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ സിനിമാക്കാരിയാണ്, എന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ ആ ട്രെയിലർ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ സ്വപ്നം അതിലുണ്ടെന്നും എനിക്കറിയാം. എന്നാൽ എൻ്റെ ഒരു പ്രതിഷേധം അങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കാണാതിരുന്നത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ദേ ക്യാൻ ഡിസൈഡ്. ഇപ്പം തന്നെ ഇന്നലെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഒരു KSRTC ബസ്സിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ജനങ്ങൾ എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ അവർക്ക് കാണാനും കാണാതിരിക്കാനും ഉള്ള ഇതുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളാണ് നമ്മൾ. അതെ, അതെ, കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. IFFയുടെ വേദിക്ക് ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഒരു ഒത്തുകൂടൽ കൂടി ഇവിടെ ഉണ്ട്. കാലങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെയൊക്കെ ഒരുമിച്ച് കാണാൻ സാധിക്കുക, അതിൻ്റെ തിരക്കിനിടയിൽ നിന്നാണ് ഓടിയെത്തിയത്. ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. അപ്പോൾ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.